ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഗൂഗിൾ കീവേഡ് പ്ലാനർ എന്ന് പറഞ്ഞ ഒരു ടൂളാണ് നമ്മൾ നോക്കുന്നത്. ഇതെന്തിനാ വെച്ചാൽ നമ്മൾ കീവേഡ് ഉണ്ടല്ലോ, SEO ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ വെബ്സൈറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കീവേഡ് ഒക്കെ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ് കീവേഡ് പ്ലാനർ. നമ്മൾ ഗൂഗിൾ സെർച്ച് എന്നൊക്കെ പറഞ്ഞ ടൂളൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് മാതിരിയുള്ളൊരു ടൂളാണ് ഈ കാണുന്നത്. അത് കിട്ടുന്നത് നമ്മളെ ഗൂഗിൾ ആഡ്സിന്റെ അകത്താണ്. ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്നത് എന്തിനാ വെച്ചാൽ നമ്മൾ ആഡ് കൊടുക്കാനും ബിസിനസ് പ്രൊമോട്ട് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗൂഗിൾ ആഡ്സ്. അപ്പോൾ അതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഗൂഗിൾ കീവേഡ് പ്ലാനർ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം വിസിറ്റ് കീവേഡ് പ്ലാനർ എന്ന് പറഞ്ഞാൽ ഇതിൽ ക്ലിക്ക് ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ ടോപ്പിൽ നമുക്ക് സൈൻ ഇൻ ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് സൈൻ ഇൻ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു മെയിൽ ID വെച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മളെ ബിസിനസ് നെയിം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മളെ വെബ്സൈറ്റിന്റെ അഡ്രസ്സ് അങ്ങനത്തെ ഇപ്പോൾ ഒരു ന്യൂ ഇത് ക്രിയേറ്റ് ചെയ്യാനാണ് ചോദിക്കുന്നത്. നമുക്കത് വേണ്ട. നമുക്ക് ജസ്റ്റ് നമുക്ക് ഗൂഗിൾ കീവേഡ് പ്ലാനർ മാത്രം മതിയെങ്കിൽ ഇവിടെ താഴത്ത് സ്വിച്ച് ടു എക്സ്പേർട്ട് മോഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതെന്ന് വെച്ചാൽ നമുക്ക് ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയ ആഡ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ജസ്റ്റ് ഗൂഗിൾ പ്ലാനർ വേണ്ടി വെച്ചാൽ ഈ ഒരു താഴത്ത് നമ്മൾ എന്ത് ചെയ്യുക, സ്വിച്ച് ടു എക്സ്പേർട്ട് മോഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ ക്ലിക്ക് ചെയ്യാം. സെയിൽസ്, ലീഡ്സ് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ താഴെ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് വിത്തൗട്ട് ഇത് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നമുക്ക് ആഡ്സും കാര്യങ്ങളും ചെയ്യണ്ട. അപ്പം എന്ത് ചെയ്യാം, ഇതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ കൺട്രി ചോദിക്കുന്നുണ്ട്, ടൈം സോൺ ചോദിക്കുന്നുണ്ട്, കറൻസി ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ എക്സ്പെർട്ടിന്റെ സപ്പോർട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ നോ കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളെ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ എക്സ്പ്ലോർ കീവേഡ് പ്ലാനർ എന്ന് പറഞ്ഞാൽ ഇതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ടൂളും കാര്യങ്ങളൊക്കെ, ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ കൊടുത്തു. നമുക്കിവിടെ കീവേഡ് പ്ലാനർ ടൂൾസിൽ ക്ലിക്ക് ചെയ്താൽ ഈ കീവേഡ് പ്ലാനർ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ ഇവിടെ കിട്ടും. കുറെ ഓപ്ഷൻസ് ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് പുതിയ ആഡൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ പോയി ക്രിയേറ്റ് ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മളിപ്പോ കീവേഡ് എങ്ങനെ റിസർച്ച് ചെയ്യാന്നാണ്, നമ്മൾ കീവേഡ് പ്ലാനർ യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാന്നാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ ഇവിടെ കീവേഡ് പ്ലാനർ ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡിസ്കവർ ന്യൂ കീവേഡ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണും. അപ്പോൾ അതിൽ എന്ത് ചെയ്യാം, നമ്മൾ എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നമ്മളെ ലാംഗ്വേജ് ഏതാ, കൺട്രി ഏതാന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് കീവേഡ്സ് ഇവിടെ കൊടുക്കാം. നമുക്കിപ്പോൾ 2-3 കീവേഡ്സ് നമുക്ക് കൊടുത്തു നോക്കാം. ഇപ്പോൾ നമ്മളിവിടെ ഒരു സോഫ്റ്റ്വെയർ കമ്പനീൻ്റെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അതിവിടെ കൊടുത്തു. അതിനുശേഷം നമ്മൾ എൻ്റർ അടിച്ചാൽ നമുക്കൊരു 10 വരെ നമുക്ക് ഒരൊറ്റ ഇതിൽ തന്നെ വെച്ച് സെർച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ട്രെയിനിങ് കൊടുത്തു. ഇനി നമുക്ക് ഇതിപ്പോ ഇന്ത്യ മൊത്തമാണ് ഇത് സെർച്ച് ചെയ്യുന്നത്. നമുക്കിപ്പോ കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ മാത്രം കൊടുക്കാം. ഇപ്പൊ നമ്മളൊരു ലാംഗ്വേജ് നമുക്കിപ്പോ ദുബായിലോ അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ നമുക്ക് അറബിക്കോ അങ്ങനെയൊക്കെ ആണെങ്കിൽ മാറ്റി കൊടുക്കാം. അപ്പൊ മലയാളത്തിൽ ഒരിക്കലും ഇപ്പോ ഒരു സോഫ്റ്റ്വെയർ കമ്പനീന്റെ ഒന്നും ആരും ചെക്ക് ചെയ്യില്ല. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ലാംഗ്വേജ് ഇവിടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി കൊടുക്കാം. ഇവിടെ കൺട്രി നമുക്ക് ഏതാ വേണ്ടിച്ച് അത് കൊടുക്കാം. ഇനി നമുക്ക് കേരളത്തിൽ മാത്രം മതി, എന്ത് ചെയ്യാം, കേരള എന്ന് കൊടുക്കാം. നമുക്ക് ഇന്ത്യയിൽ വേണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇന്ത്യ ഇവിടെ ക്ലോസ് ചെയ്യാം. അതിന്റെ കൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം മാത്രം ഇവിടെ സെർച്ച് ചെയ്തു. ഇപ്പോൾ കോഴിക്കോട് മാത്രം മതി, കോഴിക്കോട് കൊടുക്കുക. അല്ലെങ്കിൽ മലപ്പുറം മാത്രം മതി, മലപ്പുറം കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അതിനെ സേവ് ചെയ്തു. നമ്മുടെ വെബ്സൈറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ കൂടെ ഗെറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിന്റെ റിസർച്ച് ഇതുണ്ടോ, ഓരോ കീവേഡ് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതിന്റെ എത്ര മന്ത്ലി സെർച്ചസ് എത്രയെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് കിട്ടും.
അതിന് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് പ്രൊജക്ട് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് അതും കൂടി വേണമെങ്കിൽ അത് കൊടുക്കാം. ഗെറ്റിന് കൊടുത്താൽ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഗൂഗിൾ കീവേഡ് പ്ലാനർ എന്ന് പറഞ്ഞ ടൂളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. സാധാരണ അതിൽ സൈൻ ഇൻ ചെയ്ത് വരുമ്പോൾ പുതിയൊരു ആഡ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാവും നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വരിക. അപ്പോൾ അതിൻ്റെ താഴത്തുള്ള നമ്മൾ എക്സ്പേർട്ട് മോഡൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് കയറി വന്നാൽ നമുക്ക് ഈ കീവേഡ് പ്ലാനർ മാത്രം യൂസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.